സണ്ണി ജോസഫാണ് കടന്നു വരുന്നത്. പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർ. നിയമസഭാ കക്ഷി കോൺഗ്രസിന്റെ പുതിയ നിയമസഭാ കക്ഷി യോഗം KPCC ഓഫീസിൽ ചേർന്നു. MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ട 63 പേരും പങ്കെടുത്തു. AICC നിയോഗിച്ച 2 ഒബ്സർവർമാരും AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയും ഒബ്സർവർമാരെ അജയ് മക്കനും അതുപോലെ തന്നെ മുഗൾ വാസനിക്കും യോഗത്തിൽ സംബന്ധിച്ചു. ആ യോഗം ഐക്യകണ്ഠേന കോൺഗ്രസ് പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി ലീഡറെ നിശ്ചയിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം പാസാക്കി. ആ പ്രമേയം KPCC പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ അവതരിപ്പിച്ചു. നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആ പ്രമേയത്തെ പിന്താങ്ങി. ഐക്യകണ്ഠേന ആ പ്രമേയം പാസായി. അത് AICCക്ക് നൽകിയിട്ടുണ്ട്. അതിനെ തുടർന്ന് AICCയുടെ 2 ഒബ്സർവർമാരും ജനറൽ സെക്രട്ടറിയും എല്ലാ MLA-മാരെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞിട്ടുണ്ട്. അവർ ഇന്ന് വൈകുന്നേരം മടങ്ങിപ്പോയി, ഡൽഹിയിലേക്ക് മടങ്ങിപ്പോയി. നാളെ ഹൈക്കമാൻഡിന് വിവരങ്ങൾ നൽകുന്നു. ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അറിയിക്കുന്നു. മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ MLA-മാരുടെ നിലപാട് തന്നെ ആയിരിക്കുമോ നിർണായകമായി മാറുക? ഹൈക്കമാൻഡ് തീരുമാനം അറിയിക്കും. നമ്മൾ ഇറങ്ങുമല്ലോ. സണ്ണി ജോസഫ് പറയുന്നതാണ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.